വചനമൊഴി മാർച്ച് 6. വചനഭാഗം റോമ 3:9-20, മത്തായിയുടെ സുവിശേഷം 6:25-34. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശപ്പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സൊരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് ചോദിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ ദൈവ പരിപാലനയെ കുറിച്ചാണ് നമ്മോട് തിരുവചനം സംസാരിക്കുന്നത്. എല്ലാ മനുഷ്യരും ദൈവാന്വേഷകരാണ്. എങ്കിലും ദൈവത്തെ അനുഭവിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല. ധ്യാനവും പ്രാർത്ഥനകളും കുർബാനയും കൊന്തയുമൊക്കെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ടും ദൈവാന്വേഷണം പലപ്പോഴും ഉപരിവിപ്ലവമായ ദാഹം മാത്രമാകുന്നു. ഉത്കണ്ഠകളുടെ കൊടുങ്കാറ്റ് പലപ്പോഴും നമ്മെ ഗ്രസിക്കുന്നുണ്ട്. ഉറപ്പോടെ ദൈവാന്വേഷണം നടത്താൻ നാം തയ്യാറാകുന്നില്ല. അന്വേഷിക്കുന്നവന്റെ മുൻപിൽ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നിയമാവർത്തനം 4:29 പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ കണ്ടെത്തും എന്നാണ്. നാം പലപ്പോഴും ദൈവാന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും വ്യക്തിപരമായൊരു ദൈവാനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കാത്തത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവാന്വേഷണം നടത്തുന്നില്ല. തിരുവചനം പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയവുമെന്നാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവാന്വേഷണം നടത്തണമെങ്കിൽ നമ്മുടെ നിക്ഷേപം ദൈവത്തിലായിരിക്കണം, സ്വർഗോന്മുഖമായിരിക്കണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് വ്യക്തിപരമായി സംഭാഷണം നടത്താവുന്ന, എൻ്റെ കൂടെയുള്ള ഒരു സ്നേഹിതനെ പോലെ ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഹൃദയപൂർവ്വം അവിടുത്തെ അന്വേഷിക്കുമ്പോഴാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് അകലെയല്ല. നൈമിഷിക ജീവിതം നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ഗ്രസിക്കുമ്പോൾ പലപ്പോഴും ദൈവം കൂടെയുണ്ട് എന്ന കാര്യം നാം മറന്നുപോകുന്നു. ലോകത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന ജനത്തിന് ആശ്വാസത്തിന്റെ വചനം നൽകുന്ന തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യത്തെ അന്വേഷിക്കുക എന്നതാണ്. ഉള്ളിലെ ചൈതന്യം ദൈവികമാണെന്നറിഞ്ഞ് കൽപ്പനകളുടെ അനുസരണം വഴി നാം ദൈവരാജ്യത്തിന്റെ കാര്യവാഹകരാകുന്നു. നോമ്പിന്റെ ചൈതന്യം ആശ്രയത്വമാണ്. ദൈവത്തെ തേടി
അവനിൽ ആശ്രയിച്ച് അവന്റെ രാജ്യത്തിന്റെ സേവകരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.